അമ്പലക്കടവ് ഉസ്താദിന് ആണത്വമുണ്ടോ എന്ന് നീ ചോദിച്ചല്ലോ. ശംസുൽ ഉലമ അതുകൊണ്ട് പേച്ചു എന്ന് പറഞ്ഞതിന് എന്തേ തിരുത്താത്തത്? എന്താ മാപ്പ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സുന്നി പ്രവർത്തകൻ അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈലി ഉസ്താദിനോട് വാട്സപ്പിലൂടെ കുരുവട്ടൂരികളുമായി ബന്ധപ്പെട്ട ചില പുത്തനാശയങ്ങൾ, കുഫ്രിയത്തിലേക്ക് പോകുന്ന വാദങ്ങൾ ചോദിക്കുകയും അതിന് അമ്പലക്കടവ് ഉസ്താദ് അവർകൾ വ്യക്തമായ മറുപടി നൽകുകയും ചെയ്തപ്പോൾ കുരുവട്ടൂരികൾ വൻ പ്രതിസന്ധിയിലാവുകയാണ് ചെയ്തിട്ടുള്ളത്. അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈലി ഉസ്താദിനെ പോലും അറിയില്ല എന്ന രൂപത്തിലാണ് നൗഷാദ് കുരുവട്ടൂരി ഇന്നലെ കോട്ടക്കലിൽ നിന്ന് പ്രതികരിച്ചിട്ടുള്ളത്. അമ്പലക്കടവ് ഹമീദ് ഫൈലി ഉസ്താദ് അവരുടെ ആ മറുപടി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ കുരുവട്ടൂരികൾ അങ്കലാപ്പിലാവുകയും സാധാരണ പ്രവർത്തകരെ വിട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ നുണ പറയിക്കാനും നൗഷാദ് കുരുവട്ടൂരി തയ്യാറായി. അത് ഞങ്ങളെ കുറിച്ച് പറഞ്ഞതല്ല, അബ്ദുൽ ഹമീദ് ഫൈലി ഉസ്താദ് അങ്ങനെ പറയുകയില്ല എന്നൊക്കെയായിരുന്നു കുരുവട്ടൂരി നവവഹാബി അനുയായികളുടെ പ്രതികരണം. മാത്രവുമല്ല, പേരോട് ഉസ്താദിന്റെ പരാമർശങ്ങളോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് പേരോട് ഉസ്താദിനെതിരെ പറയുകയാണെന്ന് വരുത്തി തീർക്കാനും ചില കുരുവട്ടൂരികൾ ശ്രമിക്കുകയുണ്ടായി. നൗഷാദ് കുരുവട്ടൂരിക്ക് ആ കളവുകളൊക്കെ തിരുത്തേണ്ടി വന്നു കോട്ടക്കലിൽ വെച്ചുകൊണ്ട്. മാത്രവുമല്ല, നൗഷാദ് കുരുവട്ടൂരി ഇപ്പോൾ പറയുന്നത് അബ്ദുൽ ഹമീദ് ഫൈലി ആണത്തമുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ പരസ്യമായി ഞങ്ങൾ പേച്ചവരാണ്, ഞങ്ങൾ കുരുത്തം കെട്ടവരാണ് എന്ന് പറയ അപ്പോൾ പ്രതികരിക്കാമെന്ന അയകയമ്പൻ ഉരുണ്ടുകളിയാണ് നൗഷാദ് കുരുവട്ടൂരി നടത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈലി ഉസ്താദ് അവർകൾ കഴിഞ്ഞ വർഷം കുരുവട്ടൂരികളുടെ പേരെടുത്തു പറഞ്ഞില്ലെങ്കിലും അവരുടെ വാദമെടുത്ത് അത് പേച്ചാശയമാണ്, ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് മുസ്ലിം സമുദായത്തോട് പറഞ്ഞത് ഇന്നും യൂട്യൂബിലുണ്ട്. അതിന്റെ പ്രസക്ത ഭാഗം എന്റെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് കൊടുക്കാം. ഒരു വർഷമായിട്ടും ഇതുവരെ നൗഷാദ് കുരുവട്ടൂരിയോ മറ്റു കുരുവട്ടൂരികളോ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. മീനങ്ങാടി സുലൈമാൻ എന്ന് പറയുന്ന കള്ള ശൈഖിനെ കള്ളനാണെന്ന് ആദ്യമായി പറഞ്ഞതും അബ്ദുൽ ഹമീദ് ഫൈലി നേതൃത്വം കൊടുക്കുന്ന സമസ്തയുടെ സെക്രട്ടറിയായ ശംസുൽ ഉലമയായിരുന്നു. മീനങ്ങാടി ഷെയ്ഖ് കള്ളനാണെന്ന് പറഞ്ഞവരൊക്കെ പിഴച്ചവരാണെന്നാണ് കുരുവട്ടൂരികളുടെ വാദം. അപ്പോൾ ശംസുൽ ഉലമ പിഴച്ചു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതും കുരുവട്ടൂരികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പലവട്ടം ഞങ്ങൾ ചോദിച്ചു, മീനങ്ങാടി സുലൈമാൻ കള്ളനാണെന്ന് പറഞ്ഞ ശംസുൽ ഉലമക്ക് പിഴച്ചു എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശർഇന് വിരുദ്ധമായ എന്ത് തെറ്റാണ് ശംസുൽ ഉലമ ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ട് കുരുവട്ടൂരികൾക്ക് ഇതുവരെ മറുപടി ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, ശംസുൽ ഉലമക്ക് പിഴച്ചു എന്ന് പറഞ്ഞ കുരുവട്ടൂരികൾ തന്നെ ശംസുൽ ഉലമക്ക് എന്തു പേച്ചു എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്ന വിരോധാഭാസമാണ്, തമാശയാണ്, കോമഡിയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിലാണ് ഹമീദ് ഫൈലി അമ്പലക്കടവ് ഉസ്താദ് അവരുടെ ഈ മറുപടി കൂടി ലഭിക്കുന്നത്. അത് കളവാണെന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനായിരുന്നു കുരുവട്ടൂരികളുടെ. അതുകൊണ്ട് തന്നെ നമുക്കതിന്റെ തെളിവ് സഹിതം ഒന്ന് കേട്ടു നോക്കാം. ഡൗൺലോഡ് ആകണില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഉസ്താദ് തിരക്കിലാണോ? ഞാൻ ഉസ്താദ് ഓൺലൈനിൽ ഉണ്ടോ അല്ലേ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു മിസ് കോൾ അടിച്ചിരുന്നു. അങ്ങോട്ട് ഒരു ചെറിയ സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടേനു. പിന്നെ ചെറുശ്ശേരി ഉസ്താദ് പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ മഹാനായ CM വലിയുല്ലാഹിക്ക് ജദബിന്റെ ഹാല് ഉണ്ടായിട്ടുണ്ട്. മജ്ദൂബായ വലിയാണ്. റമദാനിലെ പച്ചപ്പകലിൽ ഭക്ഷണം കഴിക്കുന്നത് ചെറുശ്ശേരി ഉസ്താദ് നേരിട്ട് കണ്ടു. ഇത് പറഞ്ഞിട്ടാണ് ഉസ്താദ് പറഞ്ഞത് മജ്ദൂബായ വലിയാണ്. അപ്പോൾ ജദബിന്റെ ഹാല് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ
അത് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ശരീരത്തിന്റെ നിയമങ്ങൾ അപ്പോ ബാധകം അല്ല എന്നുള്ളതാണല്ലോ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അത് കുഴപ്പമില്ല. പക്ഷെ അത് പാടെ നിഷേധിക്കുകയാണ് ഈ നൗഷാദ് അഹ്സനി കൂട്ടരും. അങ്ങനെ ഒരു ജദബിന്റെ ഹാല് CM വലിയുല്ലാഹിക്ക് സംഭവിച്ചിട്ടില്ല എന്ന് പറയാണ്. അപ്പൊ ഇത് രണ്ടും പാടെ പിന്നെ കേൾക്കുമ്പോൾ ഇഷ്കാലുണ്ട്. കാരണം ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞതാണ് നമുക്ക് അവിടെ സ്വീകാര്യത ഉള്ളത്. ജദബിന്റെ ഹാല് സംഭവിച്ചിട്ടുണ്ട്, കാരണം നേരിട്ട് ഭക്ഷണം കഴിക്കുന്നത് കണ്ടു എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ജദബിന്റെ ഹാലിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷെ അത് പാടെ നിഷേധിക്കുകയാണ് ഈ നൗഷാദ് അഹ്സനിയും കൂട്ടരും. ഇപ്പൊ പറഞ്ഞ് ഈ അഹ്സനി പറയുന്നത് CM വലിയുല്ലാഹി അനല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ജദബിലും അല്ല, അത് പിന്നെ സ്വബുദ്ധിയോടെ സ്വയബോധത്തോടെ തന്നെ പറഞ്ഞതാണ്. എന്നാലും ആ പറഞ്ഞത് കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞാൽ ഒന്നും ഇവിടെ സംഭവിക്കൂല, കുഫ്രിയത്തൊന്നും സംഭവിക്കൂല, ആ തെക്ലീഫില് പറഞ്ഞ തന്നെയാണത് എന്നുള്ളൊരു വാദം കേട്ടു. അത് എത്രമാത്രം ശരിയാകും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ തെക്ലീഫിന്റെ സമയത്ത് അനല്ലാഹ് എന്നൊരാൾ പറഞ്ഞാലേ, CM വലിയുല്ലാഹി എന്നല്ല ഏതെങ്കിലും ഒരാൾ പറഞ്ഞാലേ അതൊരു കുഫ്രിയത്തിന്റെ വാദം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. അത് എന്താണ് അതിന്റെ ഒരു ഇത് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചു തരുമോ? ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നിങ്ങളെ കിതാബ് എത്രമാത്രം അറിയുന്ന എനിക്കറിയില്ല. കിതാബ് നോക്കി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. എന്നിട്ട് മനസ്സിലാകാത്ത വല്ല ശുബ്ഹത്തോ അവ്യക്തത ഉണ്ടെങ്കിൽ ആലിമീങ്ങളോട് ചോദിച്ചറിയണം. നമ്മളിങ്ങനെ അടുത്ത് പരിചയമല്ലല്ലോ. ഫോണിൽ അത്തരം കാര്യങ്ങൾ 2 മിനിറ്റോട് പറഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളല്ല. അഫ്വാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഉസ്താദെ, ഞാനേ കിതാബ് ഓതി പഠിച്ചിട്ടൊന്നുമില്ല. ഞാനൊരു പക്ക സാധാരണക്കാരനാണ്. ഞാൻ ഈ 2 പ്രസംഗം ഇങ്ങനെ കേട്ടപ്പോ എനിക്കൊരു സംശയം വന്നതാ. അതുകൊണ്ട് ചോദിക്കുകയാണ്. ഞാനിവിടെ സൗദിയിൽ ഹൗസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യാണ്. ഞാനൊരു സാധാരണക്കാരനാണ്. പിന്നെ നമ്മൾ നേരത്തെ ഇങ്ങനെ ഉസ്താദുമായിട്ട് വാട്സപ്പിൽ ബന്ധപ്പെട്ടിരുന്നു. ഞാൻ നാട്ടിൽ പാണ്ടിക്കാടുള്ള ആളാണ്. പിന്നെ അപ്പൊ ഒരു ഇതിൽ ചോദിക്കുകയാണ്. പിന്നെ ഈ പ്രസംഗം ഇങ്ങനെ കേട്ടപ്പോഴേ, ഇപ്പൊ കഴിഞ്ഞ 27-ാം തീയതി പരിപാടിയാ തോന്നുന്നത് ഈ അഹ്സനിന്റെ. അപ്പോഴാണ് മൂപ്പര് അത് പറയണത് അനല്ലാഹ് എന്ന് CM വലി പറഞ്ഞത് തെക്ലീഫുള്ള സമയത്താണ്, ജദബിന്റെ ഹാലിലൊന്നും അല്ല. എന്നാലും ആ പറഞ്ഞാല് തെറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ കുഫ്രിയത്തിന്റെ വാദമാണ് എന്നാണ് ഇബല് പറയുന്നത്. കാരണം മൊത്തത്തില് പിന്നെ AP വാക്കാരോട് പറയാണ്, AP വാക്കാരെ പറയാണ്, അതുപോലെ സുന്നികളെ മൊത്തത്തിൽ പറയാണ്. അതായത് ഈ നൗഷാദ് ഹസനി ടീമും അല്ലാത്തവരെ കുറിച്ച് മൊത്തത്തിൽ പറയാണ്. അങ്ങനെ പറഞ്ഞാല് കുഫ്രിയത്തിന്റെ വാദാണെന്ന് അവര് പറയണത്. CM വലിയുല്ലാഹിക്ക് ജദബ് ഉണ്ടായിട്ടില്ല. അപ്പൊ ചെറുശ്ശേരി ഉസ്താദിന്റെ പ്രസംഗം നമ്മൾ നേരത്തെ കേട്ടിന്, നേരിട്ട് ഭക്ഷണം കഴിക്കുന്നത് കണ്ടു, മജ്ദൂബായ വലിയാണെന്നുള്ളത് ഒക്കെ പാടെ നിഷേധിക്കുകയാണ് ഇയാൾ ചെയ്യണത്. അപ്പൊ ഇയാളെ ഈ വാദം എത്രമാത്രം ശരിയുണ്ട് എന്നുള്ളതൊന്നും അറിയാനായിരുന്നു. ഞാനൊരു സാധാരണക്കാരനാണ്, എനിക്ക് ഇതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. പക്ഷെ ഈ പ്രസംഗം ഇങ്ങനെ കേട്ടപ്പോ എനിക്കൊരു ഇഷ്കാല് വന്നു. എന്താണ് ഇപ്പൊ ഈ പറയുന്നത്? നമ്മൾ ഇതുവരെ കേട്ടത് പണ്ഡിതന്മാരൊക്കെ എന്നൊക്കെ അങ്ങനെ ഒരു അനല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ആ പറയുന്ന സമയത്ത് അവര് ജദബിന്റെ ഹാലാകും. ഇത് അങ്ങനെ അല്ല എന്നാണ് മൂപ്പര് പറയുന്നത്. അങ്ങനത്തെ ഒരു ജദബിന്റെ ഹാലൊന്നും അല്ല, നേരിട്ട് അങ്ങനെ ആണ് പറഞ്ഞത് തന്നെയാണ്. പറഞ്ഞാൽ കുഴപ്പമില്ല എന്നാണ് മൂപ്പര് വിശദീകരിക്കുന്നത്. അപ്പൊ അതറിയാൻ വേണ്ടിയിട്ടേനു. അസ്സലാമു അലൈക്കും. ഹല്ല് വലിയ അവരെ വിട്ടൊക്കെയാണ് നല്ലത്. അവർ പറയണൊന്നും ശരിയല്ല. പിന്നെ അതിൻ്റെ ബാക്കിൽ തീരെ സംശയത്തിന് വേണ്ടി കൂടും വേണ്ട. അവർക്കൊക്കെ ആരെങ്കിലും ഗുരുത്തക്കേട് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നിവാസം വിളിച്ച് പറയണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും. ഇത് മാത്രമല്ല, കുറേ തെറ്റായ കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. ഓക്കെ ഉസ്താദെ, ഞാനേ അപ്പൊ ഇയാള് പറയുന്ന വാദങ്ങൾ ശരിയല്ല എന്നുള്ളത് കാരണം നമ്മളെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളൊക്കെ മുമ്പ് പറഞ്ഞതിന് എതിരായിട്ടാണ് ഇയാളെ വാദങ്ങളൊക്കെ ചിലത് വരുന്നത്. ഇയാൾ ഈ പറയുന്നത് ശരിയല്ല എന്നുള്ളത് ബോധ്യപ്പെട്ടു. അൽഹംദുലില്ലാഹ്. ഓക്കെ. അല്ലാഹു നേർവഴിക്ക് സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്ന് നന്നായി
ദീനിന് വേണ്ടി ഇഖ്ലാസോടെ പ്രവർത്തിച്ച് ആഖിബത്ത് നന്നായി മരണപ്പെട്ടു. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. കേട്ടല്ലോ സഹോദരങ്ങളെ, ഒരു സുന്നി പ്രവർത്തകൻ കുരുവട്ടൂരികളെ സംബന്ധിച്ച് അദ്ദേഹത്തിനുണ്ടായ സംശയങ്ങൾ ചോദിച്ചതിനുള്ള മറുപടിയാണ് ഹമീദ് ഫൈലി അമ്പലക്കടവ് ഉസ്താദ് അവர்கள் നൽകിയിട്ടുള്ളത്. സ്ക്രീൻ റെക്കോർഡ് തെളിവാക്കിക്കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ ഏച്ചുകൂട്ടിയതോ മുറിച്ചുകൂട്ടിയതോ അല്ല. ഇതങ്ങ് വന്നപ്പോൾ പ്രതിസന്ധിയിലായ കുരുവട്ടൂരികൾ അവസാനം ആ കളവൊക്കെ തിരുത്തിക്കൊണ്ട് നൗഷാദ് കോട്ടക്കലിൽ വെച്ച് പറഞ്ഞത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഏതോ ഉസ്താദുമാർക്ക് ഫോൺ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാം. നൗഷാദ്, ഹലോ നൗഷാദ്, ഇങ്ങോട്ട്. ഏതോ ഉസ്താദുമാരോടല്ല, ഏതോ ഉസ്താദുമാർക്ക് ഫോൺ ചെയ്തതല്ല, ഏതോ ഉസ്താദുമാരോട് വാട്സപ്പിലൂടെ സംസാരിച്ചതല്ല. സാക്ഷാൽ ഹമീദ് ഫൈലി അമ്പലക്കടവ് ഉസ്താദിനോടാണ്. നീ പണ്ട് ആരോട്? എന്റെ ഐക്യ അബ്ദുൽ ഹമീദ് ഫൈസിയോടല്ലേ? അബ്ദുൽ ഹമീദ് ഫൈസി സുന്നിയാന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ. ഇപ്പൊ ഏതോ ഉസ്താദായോ, എന്തോ ഉസ്താദായോ? നല്ല കഥ. പിന്നെ എന്താ പറഞ്ഞ? വാട്സപ്പിലൂടെ ഫോണിലൂടെ ചോദിച്ച് സംശയം തീർക്കാൻ പറ്റൂല എന്നാ. ഒരു സുന്നി പ്രവർത്തകൻ അയാളുടെ സംശയം തീർക്കാൻ ഉസ്താദുമാരെ ഫോണിൽ വിളിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. വൈരത്തൂർ തങ്ങളുപ്പാപ്പാനെയും പൊന്മള ഉസ്താദിനെയും AP ഉസ്താദിനെയും പേരോട് ഉസ്താദിനെയും മറ്റു പല പണ്ഡിതന്മാരെയും നിന്റെ നേതൃത്വത്തിൽ വിളിക്കുകയും വാട്സപ്പിലൂടെ സംസാരിക്കുകയും ചെയ്തിട്ട് അവർ ഉദ്ദേശിക്കാത്ത വിധത്തിൽ ആ ക്ലിപ്പ് കട്ടുമുറിച്ചുകൊണ്ട് പ്രചരിപ്പിക്കാറുണ്ട്. ഇതൊക്കെ നിന്റെ കുത്തക അവകാശമാണ്. ഇതൊക്കെ നിനക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നിന്നെ പോലെ കട്ടുമുറിക്കാറില്ല. വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് അപ്പടി തന്നെ കേൾപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്, കാണിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ വട്ടൂരി? എന്നിട്ട് വ്യക്തതയില്ലാത്തൊരു മറുപടിയും ആ മറുപടി കൂട്ടിച്ചേർത്ത് ഇതാ ഇവർക്കെതിരെ ഇന്ന ഉസ്താദ് പറയുന്നു. വ്യക്തതയില്ലാത്ത മറുപടിയോ കൂട്ടിച്ചേർത്ത മറുപടിയോ? അതിന് ഞങ്ങൾ കുരുവട്ടൂരി നൗഷാദല്ലേ വൈലത്തൂർ തങ്ങളുപ്പാപ്പ നേരിട്ട് വാഹനത്തിൽ ഇരുന്നു കൊണ്ട് സുന്നി പ്രവർത്തകരോട് പറഞ്ഞു, വ്യക്തമായി പറഞ്ഞു, നിന്റെ ചേക്കുട്ടിപ്പാപ്പ കാട്ടുകള്ളനാണ്. ആ പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് വൈലത്തൂർ തങ്ങളുപ്പാപ്പ എവിടെയും പറഞ്ഞിട്ടില്ല. രക്ഷയില്ലെന്ന് കണ്ടപ്പോ നീ വൈലത്തൂർ തങ്ങളുപ്പാപ്പാനെ വിളിച്ച് ഒരു ക്ലിപ്പ് ഉണ്ടാക്കി നീ ശൈത്താന്റെ ആളുകളാണെന്ന് പറഞ്ഞതിന് മറ്റുള്ളവരിലേക്ക് കൂട്ടിച്ചേർത്തു. അതുപോലെയാണ് ഞങ്ങൾ എന്ന് കരുതിയോ? ബാക്കി പറയാം. എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്? നിങ്ങൾ ഒരു വല വിരിച്ചാൽ ഞങ്ങൾ അതിൽ ചാടുമെന്നോ? വല വിരിക്കാനുള്ള മുതലുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നണ്ട ചങ്ങായി. ഞങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശമുണ്ട്. ഇനിയും നിങ്ങൾ എന്താ അത് തിരിച്ചറിയാത്തത്? അമ്പലക്കടവ് ഹമീദ് ഫൈലി ഉസ്താദ് അവരുടെ നിർദ്ദേശപ്രകാരമാണോ നീ സംസാരിക്കുന്നത്? നിന്റെ ഷെയ്ഖ് ഇപ്പോ അമ്പലക്കടവ് ഹമീദ് ഫൈലി ഉസ്താദ് അവர்களാണോ? കോമാട്ടുകാലിൽ അബ്ദുള്ളയുടെ നിർദ്ദേശമൊക്കെ നീ വിട്ടോ? എന്തിനാ ചങ്ങാതി കുടുങ്ങിയിട്ട് നട പറയുന്നത്? ഈ ഉസ്താദുമാരൊക്കെ ഇവിടെ പബ്ലിക്കിൽ പ്രസംഗിക്കുന്നവരാ. അവർക്ക് പറയാനുണ്ടെങ്കിൽ അവർ പബ്ലിക്കിൽ പറയും. അവർ പബ്ലിക്കിൽ പറയുമ്പോ പ്രതികരിക്കേണ്ടി വന്നാൽ പ്രതികരിക്കും. ഒരു വർഷം മുമ്പ് ഹമീദ് ഫൈലി ഉസ്താദ് അവர்கள் പറഞ്ഞതിന് എന്താ പ്രതികരിക്കാത്തത്? ശംസുൽ ഉലമ കള്ളനാണെന്ന് പറഞ്ഞ മീനങ്ങാടി സുലൈമാൻ കള്ളനാണെന്ന് പറഞ്ഞ് എന്തേ വലിച്ചെറിയാത്തത്? ശംസുൽ ഉലമ അതുകൊണ്ട് പേച്ചു എന്ന് പറഞ്ഞതിന് എന്തേ തിരുത്താത്തത്? എന്താ മാപ്പ് പറയാത്തത്? അമ്പലക്കടവ് ഉസ്താദിന് ആണത്വമുണ്ടോ എന്ന് നീ ചോദിച്ചല്ലോ. ഉണ്ട് എന്ന് തന്നെയാണ് എന്റെയൊക്കെ പ്രതീക്ഷ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതൊറ്റൊന്നു മാത്രമല്ല, ഇങ്ങനെ ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, പണ്ഡിത വേഷധാരികൾ. ഈ വിഭാഗം അള്ളാഹുവിൻ്റെ ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്ന മടവൂർ വലിയുള്ളയാണെന്നും ലോകത്തെ മൊത്തം മലക്കുകളെ നിയന്ത്രിക്കുന്നത് തീയമടവൂർ വലിയുള്ളയാണെന്നും തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ അവർ സ്വന്തം കെട്ടിച്ചമച്ചുണ്ടാക്കി
മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും ഇത് മാരകമായ ഒരു പ്രശ്നമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം അഷ്റഫി കോട്ടക്കലാണ്. എൻ്റെ പ്രിയ കൂട്ടുകാരൻ. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം, പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ട് കൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ മുഹിബീങ്ങളോട്, നിങ്ങളാൽ കഴിയുന്നത് 10 രൂപയാണെങ്കിൽ ആ ഒരു 10 രൂപ ബഹുമാനപ്പെട്ട മുജീബ് ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുആ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുആ ഉണ്ടാവും. അല്ലാഹു തആല നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സദഖ അല്ലാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സദഖയായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു തആല ഇതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലൊക്കെ അല്ലാഹു വലിയ ബറക്കത്ത് അല്ലാഹു എത്തിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുആ വസിയത്തോടെ മുജീബ് അഷ്റഫിയുടെ കൂട്ടുകാരൻ അബ്ദുൽ ഹക്കീം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.